ഹലോ, നിങ്ങളൊക്കെ എന്നോട് ഡ്രോയിങ് ട്യൂട്ടോറിയൽ ചെയ്യുമെന്നൊക്കെ ചോദിക്കാറില്ലേ? അങ്ങനെ പ്രൊഫഷണലായിട്ട് പഠിപ്പിക്കാനൊന്നും ഞാൻ ആളായിട്ടില്ല. എന്നാലും അറിയാവുന്ന ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യാം. നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഗേളിനെ വരച്ചു നോക്കിയാലോ? ആദ്യം ഒന്നിന് താഴെ ഒന്നായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റർ വൈ വരച്ചു കൊടുക്കാം. ഒരു 10-12 എണ്ണം ദാ ഇങ്ങനെ വരച്ചോ. ഇനി ഒരു മൂന്നാമത്തെ വൈന്ന് മുകളിലേക്ക് ഇങ്ങനെ റാ ഷേപ്പിൽ വരച്ചു കൊടുത്ത് ജോയിൻ ചെയ്യാം. ഇത് ഈ കുട്ടിയുടെ തലയായിരുന്നേ. ഇനി നമുക്ക് ബാക്കി മുടി വരയ്ക്കാം. അതിനായിട്ട് ഓരോ വൈയുടെയും അറ്റത്തുനിന്ന് താഴെയുള്ള വൈയിലേക്ക് ഇങ്ങനെ വളച്ചു വരച്ചു കൊടുത്താൽ മതി. അങ്ങനെ രണ്ട് സൈഡിലും ചെയ്താൽ മുടി ഇങ്ങനെ പിന്നിയിട്ടതുപോലെ കിടക്കും. ഇതങ്ങനെ പ്രോ ആർട്ടിസ്റ്റുകളായവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ. തുടക്കക്കാർക്കും കുട്ടികൾക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഐഡിയ. അത്രേ ഉള്ളൂ, അതുകൊണ്ട് ആരും കളിയാക്കരുത്. ഇനി മുടിയുടെ തുമ്പും കൂടി വരച്ചു കൊടുക്കാം. ഇനി രണ്ട് സൈഡിലേക്കും ഓരോ വരകൾ അല്പം വളച്ച് വരച്ചു കൊടുത്താൽ കുട്ടിയുടെ ബോഡി ആവും. ഇനി കൈകൾ വരയ്ക്കാനും വളരെ ഈസിയാണ്. വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് സൈഡിലേക്കും വരച്ചു കൊടുത്താൽ മതി. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഉടുപ്പ് വരയ്ക്കണം. അതിനായിട്ട് ഇങ്ങനെ രണ്ട് കൈയിലും ഓരോ ലൈൻസ് വരച്ചു കൊടുത്താൽ മതി. ഇനി പാവാട വരയ്ക്കാനും രണ്ട് സൈഡിലേക്ക് ലൈൻസ് നീട്ടി വരച്ചാൽ മതി. ഉടുപ്പിലും പാവാടയിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറോ ഡിസൈനോ കൊടുക്കാം. ഇത്രയാവുമ്പോൾ തന്നെ ഒരു ഗേൾ ആവും. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. മുടിയിൽ കുറച്ച് ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരച്ച് ഒരു ഷെയ്ഡിങ് എഫക്റ്റ് കൊടുക്കാം. ഇപ്പം മുടി കുറച്ചുകൂടെ ലുക്കായില്ലേ? ഉടുപ്പിന്റെ നെക്ക് കാണിക്കാൻ ഇങ്ങനെ ലൈൻസ് കൊടുക്കാവേ. കോളറുള്ള ഉടുപ്പാണെങ്കിൽ വേണ്ട. ബാക്കി കളറും ഡിസൈനും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഡ്രോയിങ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തവരും നെയിംസ് എഴുതാൻ കമന്റ് ചെയ്തവരും ഒന്നും വിഷമിക്കേണ്ട. എല്ലാം നമ്മൾ ഓരോന്നായിട്ട് ചെയ്യും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മൾ ഈ ഒരു വൈ ലെറ്ററിൽ നിന്ന് തുടങ്ങിയാണ് ഇങ്ങനെ ഒരു ഡ്രോയിങ് ചെയ്തത്. ഇങ്ങനത്തെ സിമ്പിൾ ഐഡിയാസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ പറയണേ. സിമ്പിൾ ആയിട്ടുള്ളതും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും ഒക്കെ നമുക്ക് ചെയ്തു നോക്കാം. പെയിന്റിങ്ങും നെയിം ആർട്ടും ഒക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കൂടെ കൂടണേ.